പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാൻഷൻ ഹൗസ് ഫ്രഞ്ച് ബ്രാൻഡി IIM-ലെ ബുക്കാണ്. ഇതൊരു പെങ്കൊച്ചിന്റെ ഫോട്ടോ പക്ഷെ ഞാൻ കാണിക്കില്ല. കിട്ടിയ ലവ് ലെറ്റേഴ്സ് ആണ്. പെങ്കൊച്ചി തന്നാണ് യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പ്ലസ് 1 പഠിക്കുമ്പോൾ എന്റെ ID കാർഡ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് സ്പോർട്സ് കോമ്പറ്റീഷന്റെ എന്റെ നമ്പർ ആയിരുന്നു മൂടിനക്കത്തില്. അതായിരുന്നു 5-1 ഉമ്മ തരുന്നുണ്ടോ? പ്രണയിക്കുന്നതിന് കിട്ടിയ അവാർഡ്. ഈ പെൺകുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. മുടി പിടിച്ച് ഇതിന്റെ മണ്ടൊരു അടപ്പൊന്നും കാണാനില്ല, കഴുത്തായിട്ടുണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, എൻ്റെ കട്ടില്. ഇതാണ് എൻ്റെ കട്ടില്, ഇതാണ് എൻ്റെ കസേര. തേഞ്ഞ് പറഞ്ഞിരിക്കുന്ന കസേര ഉണ്ടോ? ഇതാണ് എൻ്റെ കസേര. അപ്പം എനിക്ക് കുറേ ഗിഫ്റ്റുകളും സാധനങ്ങളും ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയുണ്ട് എനിക്ക്. അപ്പോൾ അത് കുറച്ച് സാധനങ്ങൾ എടുക്കാം. വാ, അനങ്ങണില്ല എന്തായാലും. ഇതൊക്കെ ചടങ്ങി പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും, കാര്യമാക്കണ്ടാവും. അപ്പൊ ഈ പെട്ടി നിറച്ച് നമ്മുടെ പേപ്പേഴ്സും കുറെ ഓർമ്മകളൊക്കെയാണ്. അപ്പൊ ഈ പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാൻഷൻ ഹൗസ് ഫ്രഞ്ച് ബ്രാൻഡി എന്നൊക്കെ വിചാരിക്കും. ഇത് അപ്പൂപ്പൻ പട്ടാളക്കാരനായതുകൊണ്ട് കിട്ടുന്ന എന്തോ പെട്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഞാൻ കുടിക്കാരനാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കുറെ സാധനങ്ങൾ. ഇത് നിറച്ച സാധനങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഒന്ന് ഇതാ എന്താ ഇത് IIM-ലെ ബുക്കാണ്. ഇത് കണ്ടോ, IIM-ലെ ബുക്ക്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും ചുമ്മാ മേടിക്കാൻ കിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ അവിടെ കയറി പഠിക്കാൻ ചെന്നാൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അവർ തന്നൊരു ബുക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. അവർ അന്ന് എനിക്ക് തന്ന പേനയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ IIM-ൽ PG പഠിക്കാൻ നേരത്തെ അവർ തന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കും. എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനം ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. ഇത് പിന്നെ എൻ്റെ ഇവിടെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്ന സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് വെച്ചാൽ തന്നെ സർട്ടിഫിക്കറ്റ് ഞാൻ മാറ്റി വെച്ചു, കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞാനിങ്ങനെ ബുക്കിലിട്ട് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതുപോലെ നെക്സ്റ്റ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം കേട്ടോ. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, ഓരോന്ന് കാണിക്കാം. അയ്യോ, ഇതൊരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോയാണ് പക്ഷെ ഞാൻ കാണിക്കില്ല. ഇത് ഈ ലവ് ലെറ്റർ തന്ന പെങ്കൊച്ചിൻ്റെ ഫോട്ടോയാണ്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇങ്ങനെ വെക്കും. ഇതെനിക്ക് കിട്ടിയ ലവ് ലെറ്ററാണ്, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. രസമല്ല, ഇതൊക്കെ ഞാൻ വായിക്കാറില്ല. ഞാൻ കിട്ടിയപ്പോൾ അന്ന് വായിച്ചതേ ഉള്ളൂ, പിന്നെ ഞാൻ വായിക്കാറില്ല. പക്ഷെ അതാണ് ഞാൻ പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, ലവ് ലെറ്റേഴ്സാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെ നമ്മൾ ഓർമ്മ. ഇതെനിക്ക് കിട്ടിയത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ആ പെൺകൊച്ചിൻ്റെ ഫോട്ടോ കണ്ടോ. ഫോട്ടോ ഞാൻ വിളിച്ചത് നമുക്ക് മോശമല്ലേ അതൊക്കെ, പക്ഷെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നോ ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇതെനിക്ക് വേറൊരു പെൺകൊച്ച് തന്നതാണ്, യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമുണ്ട്, യു ആർ മൈൻ. ഇതിനകത്ത് കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ടാകും കേട്ടോ, അതൊക്കെ മാഞ്ഞു പോയി കേട്ടോ. നേരത്തെ ഇതിനകത്ത് കുറേ അല്ലല്ല തിരിച്ചാ അതേണ്ട കുറേ ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉമ്മ അതേണ്ട UMMA ഉമ്മ. ഇവിടെ കുറേ ഉമ്മ. അബി ലവ് ആ പെങ്കൊച്ചിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. രസമുണ്ട് അല്ലേ? ഓക്കെ, ഇതെനിക്ക് കിട്ടിയത് BTech ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ. ഇതാണോ ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോൾ എൻ്റെ ID കാർഡാണ്. നോക്കിക്കേ, സൂം ചെയ്ത് കണ്ടോ, സൂം ചെയ്ത് നോക്കിക്കേ. എൻ്റെ പ്ലസ് 1 പഠിക്കുമ്പോൾ എൻ്റെ ID കാർഡാണ്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അഭിഷേക് എല്ലാം കയറി പറഞ്ഞു പോയി. കമ്പ്യൂട്ടർ സയൻസ് ഞങ്ങൾ മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇതും ഒരു പേനയാട്ടോ. ഞാൻ BTech-ന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എനിക്കൊരു ടീച്ചർ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നത്, നമ്മുടെ കോളേജിലെ ടീച്ചർ. അപ്പം ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രോം മൈ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ പേന, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ മറ്റേ ബസ്സിലൊക്കെ പോകത്തില്ലേ, ബസ്സിൽ നമ്മൾ കൺസെഷൻ. അപ്പോൾ ഇടയ്ക്ക് 10 രൂപ കൺസെഷൻ വന്നായിരുന്നു, 10 രൂപയുടെ കൺസെഷൻ. അതാണ് ഈ സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ഞാൻ വെട്ടിയതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഓർമ്മ, ഇതൊക്കെ പിന്നത്തേക്ക് കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഇതെൻ്റെ എൻജിനീയറിംഗ് എൻട്രൻസിൻ്റെ എന്തോ എൻജിനീയറിംഗ് എൻട്രൻസിന് എനിക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ്. അതേ എൻ്റെ 10ാം ക്ലാസ്സിലെ ഹോൾ ടിക്കറ്റ്. CBSE പഠിച്ചവർക്കറിയാം, ഈ ഹോൾ ടിക്കറ്റ് കണ്ട ഓർമ്മ കാണും. 10ാം ക്ലാസ്സിലെ എൻ്റെ ഫോട്ടോ കണ്ടോ, എൻ്റെ ഫോട്ടോ അന്നത്തെ എൻ്റെ സ്റ്റൈൽ കണ്ടോ നിങ്ങൾ ആരെയും? ഇതാണ് അന്നത്തെ
10ാം ക്ലാസ്സിലെ ഹോൾ ടിക്കറ്റാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴേ. ഇതിൻ്റെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ. ഇതിനകത്ത് എവിടെ ഞാനെന്ന് അറിയോ? ദേ നിൽക്കുന്നു ഞാൻ. കണ്ട, ഇതാണ് ഞാൻ. ഇത് ഞങ്ങൾ 10ാം ക്ലാസ്. ഞാൻ ഇതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ മെഡലുകൾ ഞാൻ കോളേജിലൊക്കെ ജയിച്ച കോളേജിൽ സ്പോർട്സിൽ ജയിച്ച മെഡലുകളാണ്. ഇതിങ്ങനെ ഇതിനകത്ത് അങ്ങ് ഇട്ടിരിക്കുക മെഡലുകൾ. ഇതെന്തോ, ഇതും ആരോ ഗിഫ്റ്റ് തന്നതാ. ഗിഫ്റ്റ് തന്നതിൻ്റെ കവർ സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ. പിന്നെന്തോ, 518 2014 2015 പത്തനംതിട്ട ഡിസ്ട്രിക്ട് സ്പോർട്സ് കോമ്പറ്റീഷൻ്റെ എൻ്റെ നമ്പറായിരുന്നു മൂടിനക്കത്തിൽ. അതായിരുന്നു 518. ഇതായിരുന്നു എൻ്റെ സംഭവം 518. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2015 ജോയിൻ ചെയ്തപ്പോൾ അവരെനിക്ക് തന്ന ലെറ്ററാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പ്രൊവിഡൻസ് കോളേജ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റേ പാലാ ബ്രില്യൻ്റ് ഇല്ലേ, അവിടെ പഠിക്കാൻ പോയായിരുന്നു എഞ്ചിനീയറിങ്ങിന് മുമ്പ്. അപ്പോൾ ഞാൻ എല്ലാം എൻട്രൻസ് ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തോറ്റൻ്റെ മാർക്ക് ഷീറ്റാണ് അവിടുത്തെ. ഫുള്ള് പൊട്ടി പറഞ്ഞിട്ട് എല്ലാം C++, B ആണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മാർക്ക്. അതോടെ ഞാൻ നിർത്തി. നമ്മളെ കൊണ്ട് പറ്റൂലേ. ഇത് അമ്മയുടെ അച്ഛൻ്റെ കല്യാണ CD ആയിരുന്നു, ഒടിഞ്ഞു പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒടിഞ്ഞു പോയിട്ട് ഞാൻ വെച്ചിരിക്കുക. എന്തെങ്കിലും ടെക്നോളജി പുരോഗമിച്ചിട്ട് നമുക്കിത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റിയാലോ. ഇതെന്തോ സ്കൂളിൽ PTA ഫണ്ട് നടത്തിയിട്ട് റെസിപ്റ്റ്. ഇതെൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ഡയറി കേട്ടോ. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അച്ഛൻ്റെ ഒരു മാസ് സാധനമുണ്ട്. അത് ഞാൻ കാണിക്കാം. അതെ, നോക്കിക്കോ. എല്ലാത്തിനും ടെസ്റ്റ് മാർക്കാണ്. ബയോളജിക്ക് 15-11, SS-ന് 9 മാർക്ക്, മാത്സിന് 29 ഉള്ളൂ. അപ്പം ടീച്ചർ പറഞ്ഞു പോയി അച്ഛൻ്റെ അടുത്ത് കാരണം എഴുതിക്കൊണ്ട് വരാൻ, മാർക്ക് കുറയാൻ കാരണം. അപ്പം അച്ഛൻ എഴുതിക്കുന്നതാണ്, നൈറ്റ് 9:30 മണിക്ക് ഉറങ്ങും, ബാക്കി സമയം TV കാണും, പഠിക്കാൻ സമയമില്ല, ഈ മാർക്ക് കൂടുതലാണെന്ന് എൻ്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എന്നിട്ട് ടീച്ചറിനെ കൊണ്ട് ടീച്ചർ ഒപ്പിട്ട് തന്നു കറക്റ്റാന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാൻ ഇങ്ങനത്തെ. അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഡയറി. സ്കൂൾ 10ാം ക്ലാസ്സിൻ്റെ ഡയറിയില്ല. 10ാം ക്ലാസ് പറയുമ്പോൾ 2013 10ാം ക്ലാസ്സിലെ ID കാർഡ്. ID കാർഡ് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അന്നത്തെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നോക്കിക്കോ, എന്നാലും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും കാണുമ്പോൾ. 10ാം ക്ലാസ്സിലെ ID. ഇത് കുറച്ച് ആൽബമാണ്. ഇതാരും എൻ്റെ അനിയത്തിയുടെ തോന്നുന്നു. എൻ്റെ അനിയത്തിയുടെ ആൽബം. ഞാനല്ല. അല്ലേ? നീയല്ലേ? നിന്റെ അതായത് നീയാ കടന്ന് കീറിക്കൊണ്ടിരിക്കുന്നത്. ആൽബമാണ്. ഇതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അമ്മയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്, എൻ്റെ കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതെന്തോ ഇതെനിക്ക് ഇത് എന്നെ പറയുന്നത് ഒരു കൊച്ചു തന്നതാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചുണ്ട് ഉമ്മ തരുന്നുണ്ടോ കാണുന്നുണ്ടോ? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇതാരാ തന്നേന്ന് വരെ ഞാൻ മറന്നുപോയി. ഉള്ള കാര്യം പറഞ്ഞത്. ഇതാരാ തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഏതൊരു ലാംഗ്വേജ് തന്നാന്ന് മാത്രമേ. ഇത് ബ്രില്യൻ്റ്ലി പഠിക്കുമ്പോൾ അവിടുത്തെ ID കാർഡ് സൂക്ഷിച്ച് വെച്ചിരിക്കുക. പൊട്ടിപ്പാളിസായിരുന്നു. പിന്നെന്തുവാ, ഇതെന്തോ ഇതും ഇതുപോലെ എൻ്റെ 10ാം ക്ലാസ്സിൽ എന്തോ പേപ്പേഴ്സ് കുറേ ഉണ്ട്. ഇത് അച്ഛന് പണ്ടുണ്ടായിരുന്നു, അഞ്ജന ട്രാവൽസ്. അച്ഛന് പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അഞ്ജന ട്രാവൽസ് അനിയത്തിയുടെ പേരിലായിരുന്നു. ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇതും എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കയറിയപ്പോൾ അവർ വെൽക്കം ഞങ്ങൾക്ക് തന്നതാണ്. അവിടെ വെൽക്കം എൻ്റെ പ്രൊവിഡൻസ് ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ അവർ തന്നത്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്. 92% CBSE 2013 92%, 9.2 CGP ഉണ്ടായിരുന്നു. എന്നായിരുന്നു 2013 അതിൻ്റെ മാർക്ക് ലിസ്റ്റ്. പിന്നെ ഇത് എൻജിനീയറിങ്ങിനൊക്കെ പഠിച്ചതിൻ്റെ മാർക്ക് ലിസ്റ്റും അതിൻ്റെ ഹോൾ ടിക്കറ്റുകളും അതാ മൊത്തം. മറ്റേ നമ്മൾ കേരള സിലബസ് +1 +2 പഠിച്ചവർക്കറിയാം. ഇതാ ഹോൾ ടിക്കറ്റ് നമ്മുടെ കേരള സിലബസ് +1 +2 പഠിച്ചവർക്കറിയാം. മറ്റേത് ഞാൻ CBSE ആയിരുന്നു 10 വരെ. കണ്ട, ഇത് അത് തന്നെ. ഇത് UPSCക്ക് എഴുതാൻ പോയതാണ്. എൻ്റെ കിട്ടിയില്ലെന്നല്ല, ഞാൻ ആ 7 ഒരു ക്വസ്റ്റ്യൻ പോലും കറക്റ്റായിട്ട് എഴുതിയില്ല. ഇതൊക്കെ നല്ല ഹോൾ ടിക്കറ്റുകളാണ്.
ഇതൊക്കെ കേരള സിലബസിൽ പഠിച്ചവർക്ക് അറിയാം, +1 +2 പഠിച്ചവർക്ക് അറിയാം. നല്ല ഹോൾ ടിക്കറ്റ്സാണ്. എൻ്റെ ഫോട്ടോസ് ആയിരുന്നു കണ്ടിട്ടുള്ളത് അന്നത്തെ +1 +2 എൻ്റെ ലുക്സ് ഇതാ. അതങ്ങനെ ഇതെന്തോ ഓതറൈസേഷൻ ലെറ്റർ എന്തിനാണ് ഗ്രൂപ്പ് പോളിസി എന്താണ് അങ്ങനെ. ഇത് മറ്റേ +2 ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ അടിച്ച പോസ്റ്റർ. ആ പോസ്റ്ററിൽ താഴെ ഞാനുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടാ, ഇവിടെ ഞാനുണ്ട്. അതങ്ങനെ ഇതൊക്കെ എന്തൊക്കെയോ കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോ പേപ്പേഴ്സൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സൂക്ഷിച്ചു വെക്കും. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എൻ്റെ ദൈവമേ. അങ്ങനെ ഇത് കുറേ പേപ്പേഴ്സ്. ഇതെന്തുവാ, ആദ്യമായിട്ട് അടച്ച ട്യൂഷൻ ഫീസിൻ്റെ റിസിപ്റ്റ് കേട്ടോ സൂക്ഷിച്ചിരിക്കുക. ഇത് ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ അവർ ആദ്യമായിട്ട് തരുന്ന കിറ്റായിരുന്നു. ഒരു പേന ബിടെക്കിന് പഠിക്കുമ്പോൾ അവർ ഈ ഫയലിലാണ് തന്നത്. കോളേജിൻ്റെ ഇത് പോസ്റ്ററും അവരുടെ ബുക്ക്ലെറ്റും അവർ തന്ന നോട്ട്ബുക്കും അവരന്ന് തന്ന പേന, ഇതെല്ലാം സഹിതം അവരൊരു ഫയലാക്കിയത് തന്ന്. ആ ഫയൽ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. ഇനി ഇത് ഞാൻ അടുക്കി വെക്കാൻ പറ്റുന്ന പാട് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് ഇനി ഇത് ഞാൻ അവസാനം വരെ പരീക്ഷയ്ക്ക് ഉപയോഗിച്ചതാണ്. ബെൻടെൻ. പിന്നെ ഏതൊക്കെ കാറിൻ്റെ പടങ്ങൾ, പിന്നെ ദൈവത്തിൻ്റെ പടങ്ങൾ. പരീക്ഷയ്ക്ക് താമ്പാതി ദൈവംപാതി നാളെ പരീക്ഷണ്ടേ. ഇത് എനിക്കൊരു പ്രാന്ത് കയറിയിട്ട് സെൽഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് 2009, 2012 വരെ ഞാൻ ചെയ്ത സാധനം. ഇതുണ്ടോ, SNVP അഭിഷേക് 8th സ്റ്റാൻഡേർഡ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചുമ്മാ കുറേ ഇന്ത്യൻ നേവിയുടെ പടവും കാറിൻ്റെ പടവും. വിജയ്, ഞാൻ ഭയങ്കര വിജയ് എണ്ണം ഫാനാണല്ലോ. അപ്പോൾ വിജയ്, എന്തൊക്കെ സീനുകളാണ്. കാർ പ്രാന്തനായിരുന്നു. അപ്പോൾ അന്നത് എല്ലാം പൊടി പിടിച്ചു പോയി കേട്ടോ. ഇത് ഗൂഗിളിൽ നിന്ന് വേറൊരു ഇത് മറ്റേ പണ്ട് പാട്ട് കേൾക്കുന്ന ക്രിസ്മസ് കാർഡില്ലേ, അതാണ് കേട്ടോ. തുറക്കുമ്പോൾ പാട്ടും ലൈറ്റും ഒക്കെ കത്തുന്ന ക്രിസ്മസ് കാർഡ്. അങ്ങനെ വേണ്ട ക്രിസ്മസ് ജോൺ സീന ഫാൻ ഞാൻ ഇടയ്ക്ക്. ഇതുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ 2011 ഫെബ്രുവരി നടന്ന ആനുവൽ ഡേയുടെ ഇൻവിറ്റേഷൻ കാർഡാണ് ഞാനിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ SN വിദ്യാപീഠം, ഞാൻ പഠിച്ച സ്കൂളാണ്. അതുപോലെ പിന്നെയും തന്നെ ഇതൊക്കെ തന്നെ ക്രിസ്മസ് കാർഡ്. ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ആനുവൽ ഡേ. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വലിയൊരു ഉത്തരവാദിത്തം എന്നെ തന്നൊരു ഇതാണ്. അന്ന് എനിക്ക് തന്ന ഇതാണ്. ഞാൻ എന്തോ ഒരു ക്യാപ്റ്റനായിരുന്നു. ഈ എല്ലാവരും നയിക്കുന്ന ഞാനായിരുന്നു. എന്തോ ഒരു ക്യാപ്റ്റൻ, എന്തോ ഓർമ്മയില്ല പേര്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയ ഇതാണ്. അതോടെ കഴിഞ്ഞു. ഇതെന്നായിരുന്നു ലാസ്റ്റ് 2012 ജനുവരിയിൽ എൻ്റെ സ്കൂളിൽ നിന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ സെൽഫ് റെക്കോർഡ് ബുക്ക്. ഇതേ കണ്ട, സെൽഫ് റെക്കോർഡ് അഭിഷേക് 2009, 11, 12. അതോടെ 12 ജനുവരി ആകുമ്പോൾ കഴിഞ്ഞു. അങ്ങനെ അതൊന്നും. ഇനി നെക്സ്റ്റ് പ്രണയിക്കുന്നതിന് കിട്ടിയ അവാർഡ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാ, റെമോ അവാർഡ്. ഇത് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ്. ഏറ്റവും നല്ല പ്രണയിക്കുന്ന വ്യക്തിക്ക്. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞാൻ സിംഗിളായിപ്പോൾ. ഇത് നല്ല ഗ്ലാസ്സാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരു പെൺകുട്ടിയുടെ ഗിഫ്റ്റാണ്. ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഇതിനകത്ത് മൊത്തം എൻ്റെ ഫോട്ടോ വരും. അതിനി എങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ എൻ്റെ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു ഫുള്ള്. ഇതെൻ്റെ ഒരു ഫോൺ കവറായിരുന്നു. കപ്പിൾസ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ. ഇതൊരു ഓർമ്മയ്ക്കായിട്ട്, പെൺകുച്ചിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അവൾ കൈകൊണ്ട് ഉണ്ടാക്കിയ തന്നതാണ്. അയ്യോ, ഇത് എനിക്കൊരു പെൺകുച്ചി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. പക്ഷെ മൊത്തം കുളമായിപ്പോയി ഇതിനകത്ത് ഇരുന്നിട്ട്. അവിടെ ഓരോന്നിലും ഓരോ എന്നെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തിക്കൊണ്ടുള്ള സാധനങ്ങളാണ്. ഇതിനെന്താ പറയുന്നത്
ഇതെന്തോ ബോക്സ്, എന്തൊരു ബോക്സ്, എന്തോ ബോക്സ് അത്. അങ്ങനെ കുറേ ഉണ്ട് വേണ്ട ഇതിനകത്ത്. ഇങ്ങനെ ഇത് തുറക്കുമ്പോൾ പിന്നെയും വരും. ഇതിനകത്ത് ഓരോ പേപ്പറിൽ നല്ല കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്, വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെനിക്കൊരു ഗിഫ്റ്റാണ്, ഒരു പെൺകുട്ടിയുടെ ഗിഫ്റ്റാണ്. ഇത് മൊത്തം പോയി കേട്ടോ, സോറി. ഈ പെൺകുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അയ്യോ കണ്ടോ, എൻ്റെ കവറൊക്കെ പോയി. എൻ്റെ ഇത് വേറൊരു പെൺകുട്ടിയുടെ, അവിടെ എനിക്കട്ടെ അടുത്ത് ഫോട്ടോ ചെയ്തോണ്ട്. അതുകൊണ്ട് ഇത് വേറൊരു പെൺകുട്ടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്ന, കൈ കെട്ടുന്ന. എങ്ങനെ ഇത് കെട്ടുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാണ് ഇങ്ങനെ? പക്ഷെ തുരുമ്പായി. എൻ്റെ 2-3 വർഷത്തെ എൻ്റെ പേഴ്സാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. 2-3 വർഷം ഞാനിരുന്ന് ഉപയോഗിച്ചത്. ഇനി എന്തൊക്കെയുണ്ട്? ഇനി എൻ്റെ അലമാരിക്കകത്ത് നോക്കാം. ഇനി അലമാരിക്കകത്ത് വല്ല ഉണ്ടോ നോക്കട്ടെ. അലമാരിക്കകത്ത് ഇനി വേറെ പറയാനും മാത്രമൊന്നും ഇല്ല. ഷാമ്പൂ, ക്രീം. 10ാം ക്ലാസ്സിൽ സ്പോർട്സ് ചാമ്പ്യൻ ആയപ്പോൾ കിട്ടിയ ട്രോഫിയാണ്. ഇതാണ്ട് പൊടി പിടിച്ച് പിന്നെ മണ്ട അടപ്പൊന്നും കാണാനില്ല. സ്പോർട്സ് ചാമ്പ്യനായിരുന്നു ഞാൻ, സ്കൂൾ ചാമ്പ്യനായിരുന്നു അപ്പോൾ കിട്ടിയത്. ഇപ്പോൾ വേണ്ട പൊടി പിടിച്ച്. ഞാൻ ഇതിനകത്ത് കുറേ നാൾ ചില്ലറ പൈസ ഇട്ട് വെച്ചായിരുന്നു. ഇപ്പം അതും ഇല്ല. ഇപ്പം നല്ല പൊടി പിടിച്ച് കിടക്കുന്നു. വേറെ ഒന്നും കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ എൻ്റെ വേറെ കുറേ മാലകളാണ് കേട്ടോ. മാല ഈ ഫാഷൻ എല്ലാവർക്കും ഓർമ്മ ആവണല്ലോ. ഇതൊക്കെ ഫാഷൻ ആയിരുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം കഴുത്തായിട്ടുണ്ട് നടന്നത്. ബൊമ്മർലി ഇത് കുറേ ഉണ്ട്. ഇതൊരു പെങ്കൊച്ച് എനിക്ക് ഓർമ്മയ്ക്കായിട്ട് തന്നു കേട്ടോ. അവളതിന് അവസാനം വേണ്ടി ഇന്നാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് സൂക്ഷിച്ചു വെക്കണം പറഞ്ഞു. ഇത് ഞാൻ എവിടെയൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വേറെ സാധനങ്ങൾ, അതൊക്കെ എൻ്റെ തന്നെ സാധനങ്ങൾ. ഇത് കപ്പിൾസ് ചെയിൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ അതുകൊണ്ട് അവിടെ റോള്. ഇതൊരു പെങ്കൊച്ചാണ് ഗിഫ്റ്റായിട്ട്, മംഗലാപുരത്തുള്ള ഒരു പെങ്കൊച്ചാണ്. ആൾക്ക് അവിടെ തന്നിട്ട് ഓർമ്മയ്ക്കായിട്ട് തന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം. വേറെ ഇല്ലെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടിയാൽ ഞാൻ കാണിക്കാം. ഇപ്പം തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇത് അടുക്കി വെക്കട്ടെ നിങ്ങളെ കാണിച്ചിട്ട്. അപ്പോൾ ശരി, ബൈ.